യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കപ്പെടുന്നു. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു ജെറുസലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതുക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങൾ ഉണ്ട്. അവയിൽ യാതിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അതിന്റെ 3-ാമത്തെ വാക്യം, അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഇങ്ങനെ വലിയ ഒരു കൂട്ടം ആളുകൾ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് കിടന്നിരുന്നു. ഈ തിരുവെഴുത്തുകളിലൂടെ നമ്മളോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയങ്ങളോട്, നിങ്ങളുടെ കുടുംബങ്ങളോട്, വ്യക്തിപരമായ ജീവിതത്തോടുള്ള ദൈവിക ഇടപെടലുകളായി തീരേണ്ടതിന് നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്, ബെഥേസ്ദ എന്ന കുളക്കരയിൽ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട്, അല്ലെങ്കിൽ സൗഖ്യം കാത്തുകൊണ്ട് വലിയൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ ആ സൗഖ്യത്തിന് വേണ്ടി ആ കുളക്കരയിൽ, ആ മണ്ഡപങ്ങളിൽ കാത്ത് കിടന്നിരുന്നു. ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കാണുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട് പരിശുദ്ധാത്മാവിനെ അറിയിക്കുവാനുള്ളത്, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തികളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യരും പരാജയപ്പെടുകയില്ല. കാത്തിരിപ്പ് അത്ര നല്ലൊരു കാര്യമല്ല. ഈ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഒരു മുഷിച്ചിലുണ്ടാക്കുന്ന സത്യമാണ്. ഒരാളെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു വിഷയത്തിൻ്റെ മറുപടിക്കായി വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരാളുടെ മാനസാന്തരത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരാളുടെ സൗഖ്യത്തിനായി നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. കാത്തിരിപ്പുകൾ എപ്പോഴും മുഷിച്ചിലുകളും മുഷിപ്പും ഉണ്ടാക്കുന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബം വരുമെന്ന് അറിയിച്ചിരുന്നു. അവർ നിങ്ങളോട് കൂടെ ആയിരിക്കും ലഞ്ച് കഴിക്കുന്നത്, ഉച്ചഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ 1 മണിക്ക് അവർ എത്തിയില്ല, 2 മണിയായിട്ടും അവർ വന്നില്ല, 3 മണിയായിട്ടും എത്തിയില്ല, 4 മണിയായിട്ടും എത്തിയില്ല. നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ, ആ കുടുംബത്തെ നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മടുപ്പ് വരും. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തൊരു വല്ലാത്ത ആശങ്കയുണ്ടായി. നിങ്ങൾ ഫോൺ എടുത്ത് പലതവണ അവരെ വിളിച്ചിരുന്നു. എവിടെയായി, എപ്പോൾ എത്തും, എത്താറായോ? അവർ പറഞ്ഞു ട്രാഫിക്കിലാണ്, ഇച്ചിരൂടെ വൈകും. അത് ഒരു 3-4 മണിക്കൂറത്തെ കാത്തിരിപ്പേ ഉള്ളെങ്കിൽ പോലും ആ കാത്തിരിപ്പ് നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ 17 വർഷം, 12 വർഷം, 15 വർഷം, 14 വർഷമൊക്കെ ചില വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ സന്ദേശം അവർക്കുള്ളതാണ്. ഇന്നത്തെ സന്ദേശം ദൈവത്തെ കാത്തിരിക്കുന്ന പ്രിയ മകളെ, പ്രിയ മകനെ, പ്രിയ കുടുംബമേ, നിനക്കുള്ളതാണ്. ആ കുടുംബത്തെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, മനുഷ്യനെ കാത്തിരുന്നാൽ അതിൽ മുഷിപ്പുകൾ ഉണ്ടാകും. മനുഷ്യനെ കാത്തിരുന്നാൽ
അതിലൊത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ദൈവത്തെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ, അത് മുഷിപ്പുകളിലേക്കല്ല കൊണ്ടുപോകുന്നത്, അത് മടുപ്പിലേക്കല്ല കൊണ്ടുപോകുന്നത്. ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ്, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാനിടയാകും. ഞാനൊരു സംഭവം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഇത് പറഞ്ഞത് ഒരു പിതാവിനോടാണ്. ആ പിതാവ് തൻ്റെ മകൻ്റെ രോഗ വിവരം തൻ്റെ ശിഷ്യന്മാരോട്, യേശുവിൻ്റെ ശിഷ്യന്മാരോട് അറിയിച്ചു. ആ ശിഷ്യന്മാർക്ക് ആ മകനെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ പിതാവ് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഊമനായ ഒരു ആത്മാവുണ്ട്. മർക്കോസ് സുവിശേഷം 9:17, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ചും പല്ല് കടിച്ചും വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ പലതവണ പ്രാർത്ഥിച്ചു, പലതവണ നിന്റെ ശിഷ്യന്മാർ എൻ്റെ കുഞ്ഞിൻ്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഡെലിവറൻസും ഉണ്ടായില്ല, ഒരു വിടുതലും ഉണ്ടായില്ല. നമുക്കറിയാം, ആ സമയത്ത് യേശു കർത്താവും പത്രോസും യാക്കോബും യോഹന്നാനും ഒരു ഉയർന്ന മലയിൽ പ്രാർത്ഥിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് മോശയും ഏലിയാവും പ്രത്യക്ഷമാകുന്നത്. ആ പ്രാർത്ഥന കഴിഞ്ഞ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി യേശു താഴ്വരയിലെത്തുന്നു. ആ താഴ്വരയിൽ വന്നു കഴിയുമ്പോഴാണ് വലിയൊരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് വലിയ ബഹളം നടക്കുന്നു. ഈ 9 ശിഷ്യന്മാരെ അവിടെ നിർത്തിയിട്ടാണ് യേശു കടന്നുപോയത്. ആ ശിഷ്യന്മാർ, യേശു കർത്താവിൻ്റെ കൂടെ നിന്നവർ, ഈ നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ആ സൗരഭ്യമെന്ന്, ജ്ഞാനിയുടെ കൂടെ നടക്ക എന്നാൽ നീയും ജ്ഞാനിയാകും എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് ഈ പിതാവ് മോനെയും കൊണ്ട് വന്നത്. പക്ഷെ യേശു അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ്, യേശു അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ശിഷ്യന്മാരെയും കൊണ്ട് ഈ പിതാവ് പ്രാർത്ഥിപ്പിച്ചത്. പക്ഷെ ആ പിതാവ് പറയുന്നുണ്ട്, അവർ പലതവണ പ്രാർത്ഥിച്ചു, പക്ഷേ അതിനകത്ത് മറുപടി ഉണ്ടായില്ല, വിടുതൽ നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ മടുപ്പ് വരാം. ശരിക്കും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മറുപടി കിട്ടാതെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഒരു റിസൾട്ട് കാണാതെ ഇരിക്കുമ്പോൾ മടുപ്പ് സ്വാഭാവികമായും മനസ്സിലുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഈ പിതാവിനെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു നല്ല മാതൃകയാണ് ഈ സഹോദരന്റെ, ഈ മകന്റെ പിതാവ് എന്ന് പറയുന്നത്. 14 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് വായിച്ചേ പാസ്റ്റേ. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. അപ്പം യേശു കർത്താവ് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാക്യം വായിപ്പിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വലിയ പുരുഷാരം ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. അപ്പൊ എന്തോ ഒരു വിഷയം, തർക്കം ഉണ്ടാകണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണമല്ലോ. ഒരു സബ്ജക്റ്റ് ഇല്ലാതെ ഒരു ആർഗ്യുമെന്റേഷൻ ഉണ്ടാകത്തില്ലല്ലോ, തർക്കം ഉണ്ടാകത്തില്ലല്ലോ. 15-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, പുരുഷാരം യേശുവിനെ, അവനെ കണ്ട ഉടനെ എന്ന് പറയുന്നത്, യേശുവിനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഒത്തിരി നല്ല റെസ്പെക്റ്റ് ആയിട്ടുള്ള, ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഴുത്താണ്, ഒരു വചനമാണത്. They were greatly amazed and running to him, saluted him. Saluted him. അത്രയധികം യേശു കർത്താവിനെ ഓണർ ചെയ്യുന്ന, ബഹുമാനിക്കുന്ന ഒരു കൂട്ടമായിരുന്നു അവിടെ കാത്തു നിന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, ആ കൊച്ചിന് സൗഖ്യം ഉണ്ടായില്ല. ആ പിതാവ് പിന്നെയും പ്രാർത്ഥിച്ചു, സൗഖ്യം ഉണ്ടായില്ല. 2, യേശുവിനെ കാണാൻ വന്നതാ, യേശു അവിടെ ഉണ്ടായിരുന്നില്ല. മടുപ്പുണ്ടാകാം, സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചു പോകേണ്ടതാണ്, കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഈ വഴക്കിൻ്റെ ഇടയിൽ നിന്ന് പോകേണ്ടതാണ്, വിടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരാതിരിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അവിടെ കണ്ട കാഴ്ച ഇതൊന്നുമല്ല. ഞാൻ അവിടെ കാണുന്ന കാഴ്ച, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വന്നിട്ടും, സൗഖ്യം ഉണ്ടാകാതെ വന്നിട്ടും, ഈ പിതാവ് പ്രാർത്ഥിച്ചിട്ട് അതിന് മറുപടി കിട്ടാതെ വന്നിട്ടും, യേശുവിനെ ആ സമയത്ത് കാണാനോ പ്രാർത്ഥിപ്പിക്കാനോ കഴിയാതിരുന്നിട്ടും ഈ പിതാവ് പിണങ്ങിപ്പോയില്ല, മനസ്സ് മടുത്തുപോയില്ല. അവിടെ തന്നെ
യേശു വരുന്നത് വരെ കാത്തുനിന്നു. യേശു വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മനുഷ്യനെ വെയിറ്റ് ചെയ്താൽ ലജ്ജിച്ചു പോകാൻ, മനുഷ്യൻ തരുന്ന എന്തെങ്കിലും ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ മറുപടി കിട്ടിയിരിക്കും. അതുകൊണ്ട് വിടുതൽ കിട്ടിയില്ല എന്ന് കരുതി, പ്രാർത്ഥിച്ചത് നടന്നില്ല എന്ന് കരുതി, ആ വ്യക്തി മാനസാന്തരപ്പെട്ടില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. നിന്റെ ഭർത്താവ് ഇതുവരെ മാനസാന്തരപ്പെട്ടില്ല, അദ്ദേഹത്തിന്റെ ദുർസ്വഭാവം നിർത്തിയില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. ജോലി കിട്ടിയില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. സൗഖ്യമായില്ല, കുറെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത്. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് വന്ന ധാരാളം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ നിശ്ചയമായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ വെയിറ്റിംഗ് പീരീഡ് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല. ഹല്ലേലൂയ. ഈ മെസ്സേജ് കാണുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നു, ദൈവത്തെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ദൈവപ്രവർത്തികളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല. ഈ 2025 ആ വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ മറുപടി കാണുവാനിടയാകും. ഈ പിതാവേശുവിനെ കാത്തു നിന്നതുപോലെ, പിണങ്ങിപ്പോകാതെ, മനസ്സ് മടിച്ച് തിരിച്ചു പോകാതെ കാത്തു നിന്നതുപോലെ നിങ്ങൾ കർത്താവിനെ വെയിറ്റ് ചെയ്താൽ ഒരത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയാകും. ഈ എപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദിക്കും. വെയിറ്റിംഗ് പീരീഡുകൾ പലപ്പോഴും നമുക്കുണ്ടാകും. അവിടെയൊക്കെ നിങ്ങൾ ഡിസ്കറേജ്ഡ് ആകാനിട വരരുത്. ഞാൻ ഒത്തിരി പേരുടെ ചരിത്രം ഇന്ന് ഈ തിരുവെഴുത്തുകളിലൂടെ എനിക്ക് പറയുവാനുണ്ട്. നിങ്ങൾ അവിടെ ഡിസ്കറേജ്ഡ് ആകുകയേ ചെയ്യരുത്. വളരെയധികം ഒരു പ്രതീക്ഷ നിങ്ങളുടെ അകത്തുണ്ടാകണം. ഈ പ്രതീക്ഷകളാണ് എപ്പോഴും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. പ്രതീക്ഷിക്കണം. എന്നെ കേൾക്കുന്ന എത്ര പേർ വാ തുറന്ന് പറയും പ്രതീക്ഷിക്കണം? ആരെ പ്രതീക്ഷിക്കണം? ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. ദൈവത്തെ പ്രതീക്ഷിക്കണം. പ്രതീക്ഷയാണ് ശരിക്കും നമ്മുടെ അകത്ത് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ എക്സ്പെക്ടേഷനുകളാണ് എപ്പോഴും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ആ വാക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് ദൈവത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൽ നിങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെയാണ് വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. വില്യം കേറി പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വലിയ കാര്യങ്ങളെ ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക, ദൈവത്തിനായി വലിയ കാര്യങ്ങളെ ചെയ്യുക. ഡോക്ടർ വില്യം കേറിയുടെ വാക്കുകളാണത്. ഹല്ലേലൂയ. ഈ എക്സ്പെക്ടേഷൻ, ആ എക്സ്പെക്ടേഷൻ ആണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. ആവശ്യക്കാരനാണോ നിങ്ങൾ? താല്പര്യത്തോടിരിക്കുന്ന ആളാണോ? കർത്താവേ, എൻ്റെ പ്രിയ പിതാവേ, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങൊന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണോ നിങ്ങൾ? നിശ്ചയമായിട്ടും മകളെ, മകനെ, കുഞ്ഞെ, നിന്റെ നിലവിളിക്ക് എൻ്റെ ദൈവം മറുപടി തരും. നിന്നെ ഒരിക്കലും കർത്താവ് നിരസിച്ച് കളയത്തില്ല. എപ്പോഴും നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ വേണം ഓരോ ഞായറാഴ്ചയും ചർച്ചിൽ വരാൻ. നിങ്ങൾ ഏത് ആരാധനയിലാണ് പോകുന്നത്, എവിടെയാകട്ടെ, ഹല്ലേലൂയ. നിങ്ങളുടെ ചർച്ച് ഒരു ബ്ലെസ്ഡ് ചർച്ചാണ്. നിങ്ങളുടെ ദൈവദാസൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ മനുഷ്യനാണ്. നിങ്ങൾ എവിടെ പോയാലും, ഒരു കൺവെൻഷന് പോയാലും, ഒരു മീറ്റിംഗ് കൂടിയാലും, ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, വേറൊരു പ്രസംഗം, കർത്താവിൻ്റെ വചനത്തിലുള്ള ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോഴും, എപ്പോഴാണെങ്കിലും കർത്താവെ, നീ ഇതിനകത്തൂടെ എന്നോടൊന്ന് സംസാരിക്കണേ, ദൈവത്തിൻ്റെ ആത്മാവെ എന്നോടൊന്ന് ഇടപെടണേ എന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇങ്ങനെ കൊതിയോടെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്തും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. അതിനകത്തും ഒരു കൊച്ചു കുഞ്ഞായിരിക്കും, 12 വയസ്സുള്ള 10 വയസ്സുള്ള ഒരു കൊച്ചു മകനായിരിക്കാം ചിലപ്പോൾ പറയുന്നത്. സൺഡേ സ്കൂളിൻ്റെ യോഗമായിരിക്കും നടക്കുന്നത്, സൺഡേ സ്കൂളിൻ്റെ സമാപന സമ്മേളനത്തിന് പറഞ്ഞ ആശംസാ പ്രസംഗമായിരിക്കാം. അതിനകത്തു നിന്നും ഇങ്ങനെ പ്രതീക്ഷയോട് ഇങ്ങനെ കർത്താവ് എന്തെങ്കിലും
എന്തെങ്കിലും ഒരു വചനം എനിക്ക് തരണേന്ന് ഇങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുന്ന ആൾക്ക് ആ ആശംസാ പ്രസംഗത്തിനകത്തുനിന്നും ദൈവം ഒരു മെസ്സേജ് കൊടുക്കും. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, യോഹന്നാൻ 7:37, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നാണ്. തൃപ്തനായിരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല. ദാഹം വേണം, ദാഹം എപ്പോഴും ആ ഒരു തേഴ്സ്റ്റ് നമ്മുടെ അകത്ത് വേണം. നമ്മുടെ ഉള്ളിൽ കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ ആ ദാഹം വേണം, ആ എക്സ്പെക്ടേഷൻ വേണം. വർഷിപ്പ് ടീം പാടാൻ കയറുക, വർഷിപ്പ് ടീം വർഷിപ്പ് ലീഡ് ചെയ്യാൻ കയറുക, ആ വർഷിപ്പ് ടീം അല്ലെങ്കിൽ ആ പാടുന്ന സഹോദരന്മാര് ആ പാട്ട് പാടാൻ കയറുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത്, കർത്താവെ ഇന്നത്തെ ആരാധനയിൽ നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം കർത്താവെ. നിങ്ങളൊന്ന് കൊതിയോടെ നിന്ന് നോക്കിയേ, ഒന്ന് കൊതിയോടെ പ്രാർത്ഥിച്ചു നോക്കിയേ, ഒന്ന് ദാഹത്തോടെ നിന്ന് നോക്കിയേ. ദാഹിക്കുന്നവനെ, ആഗ്രഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, തൃപ്തനാക്കുന്ന കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയുള്ള കൂട്ടങ്ങളുടെ നടുവിൽ അത്ഭുതം സംഭവിക്കും. ഞാൻ 1-2 സംഭവങ്ങൾ പറയും. ഇപ്പോൾ ഈ വായിച്ച ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അല്ലേ, അവരെന്തോ എക്സ്പെക്ട് ചെയ്യുന്ന ആ കൂട്ടം ബെഥേസ്ദ കുളക്കരയിൽ ആ മണ്ഡപങ്ങളിൽ കിടക്കുന്നവരെന്തുവാ പ്രതീക്ഷിക്കുന്നത്? They are expecting healing. അവർ പ്രതീക്ഷിക്കുന്നത് സൗഖ്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളെയാണ് ദൈവം അത്ഭുതമാക്കുന്നത്. ഈ പിശാചിന്റെ എല്ലാ കാലത്തുമുള്ള തന്ത്രം എന്നാണെന്നറിയാവോ? ദൈവത്തിലുള്ള പ്രതീക്ഷകൾ ഇല്ലാതെയാക്കും. ഈ പല ആളുകളും അവരാഗ്രഹിച്ച, അവർ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അവരുടെ അകത്ത് ഡിപ്രഷൻ വരും, നിരാശ വരും. പ്രതീക്ഷിച്ച കാര്യം, ആ പ്രതീക്ഷിച്ച പൈസ കിട്ടിയില്ല, പ്രതീക്ഷിച്ച വിവാഹം നടന്നില്ല, പ്രതീക്ഷിച്ചതായ ബിസിനസ്സിനകത്ത് ടേൺ ഓവർ ഉണ്ടായില്ല, ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ അവർക്ക് നിരാശ വരും, ഡിപ്രഷൻ വരും. ആ ഡിപ്രഷൻ വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്കും തകർച്ചയിലേക്കും പോകുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. മക്കളെ, ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് പിറുപിറുക്കുന്നവരാകാതെ, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാകാതെ, മക്കളെ നിങ്ങളെല്ലാവരും കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക് ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത് ഒന്നിനും കുറവില്ലാതെ ഇവിടം വരെ നടത്തിയ കർത്താവ്, അതാത് സമയത്ത്, തക്ക സമയത്ത്, കൃത്യസമയത്ത് വേണ്ടതെല്ലാം തന്ന് കരുതി പരിപാലിച്ച്, ശത്രുക്കൾ കാണുക മേശ ഒരുക്കി തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നന്മയാലും കരുണയാലും നിറച്ച കർത്താവിന് നന്ദി പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ഞാൻ വീണ്ടും ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നു, ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ എന്തുവാ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഉള്ളത്തിൽ കയറി വരണം. ഇന്ന് എനിക്കൊരു സൗഖ്യം യേശു തരും, ഇന്ന് എന്നോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കും, ഇന്ന് എന്നെ യേശു അപ്പം തൊടും. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് രാത്രി സ്വപ്നത്തിലൂടെ നീ എന്നോട് ഇടപെടണമേ, സ്വപ്നങ്ങളിലൂടെ നീ എൻ്റെ അരികിൽ കടന്നു വരണമേ. പ്രഭാതത്തിൽ കർത്താവെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് നിൻ്റെ ശബ്ദം കേട്ട്, നിൻ്റെ വിസിറ്റേഷൻ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഉണർന്നു വന്ന് നിൻ്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ, രാവിലെ തോറും കർത്താവെ നിൻ്റെ ദയയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കാനായിട്ട് കൃപ തരണേന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയുന്നു പ്രിയപ്പെട്ടവരെ, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഒരു രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ, അവൾ 12 വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യം പ്രാപിക്കാതിരുന്നവളാണ്. പക്ഷേ അന്ന് യേശു ആ പട്ടണത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവളങ്ങ് പ്രതീക്ഷിക്കുകയാണ്, അവളങ്ങ് വിശ്വസിക്കുകയാണ്. അവളെന്താ പ്രതീക്ഷിച്ചത്? അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ, മർക്കോസ് 5:28 പറയുന്നുണ്ട്, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ രക്ഷപ്പെടും. അത് അവളോട് തന്നെ അവൾ പറഞ്ഞതാ, ഞാൻ രക്ഷപ്പെടും. നിങ്ങൾ പറയണം, അത് നിങ്ങൾ പറയണം. ഞാൻ ഗുണം വരത്തില്ല, നന്നാത്തില്ല എന്നല്ല പറയണം, ഞാൻ രക്ഷപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതൊന്ന് പ്രതീക്ഷിക്കണം. ദൈവത്തിൽ അങ്ങ് ഉറച്ച് പ്രതീക്ഷിക്കണം. സംശയിക്കാൻ വളരെ എളുപ്പമാണ്.
സംശയിക്കാനും സംശയിപ്പിക്കാനും പിശാചും അവൻ്റെ സകല സൈന്യങ്ങളും ഒരുപോലെ രംഗത്തിറങ്ങി നിൽക്കുകയാണ്. പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും തൊട്ടാൽ സൗഖ്യം വരും എന്നങ്ങ് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പ്രതീക്ഷ അത്ഭുതത്തിലേക്ക് നടത്തിയില്ലേ? ആ പ്രതീക്ഷ വിഫലമായി പോയോ? ആ പ്രതീക്ഷ താറുമാറായി പോയോ? 12 വർഷം മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് സൗഖ്യമാകാതിരുന്ന ആ സഹോദരി പ്രതീക്ഷയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ വസ്ത്രത്തിന്റെ തൊങ്കലേലും, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞ അവളുടെ പ്രത്യാശയ്ക്ക്, പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നോ? വന്നില്ല. ഹല്ലേലൂയ. വേദപുസ്തകത്തില് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള മനുഷ്യൻ വന്ന് യേശു കർത്താവിന്റെ കാൽക്കൽ വീണു. അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ സമയത്ത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തേണ്ട. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു ആ വാക്കിനെ കാര്യമാക്കാതെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് ഉത്തരം പറഞ്ഞു. രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ലേ? ആ മരിച്ചുപോയ കുഞ്ഞിനെ യേശു കർത്താവ് ഉയർപ്പിച്ചില്ലേ? അത്ഭുതം നടന്നില്ലേ? യായിറോസിന്റെ കാത്തിരിപ്പ് വിഫലമായോ? യായിറോസിന്റെ കാത്തിരിപ്പ് പരാജയമായോ? ഇല്ല. യായിറോസിന്റെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, 12 വർഷം രക്തസ്രവക്കാരി സ്ത്രീയുടെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, 18 വർഷം കൂനയായ സ്ത്രീയുടെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, ബെഥസ്ദ കുളക്കരയിൽ കിടന്ന 38 വർഷം സൗഖ്യം കാത്തിരുന്നവന്റെ കാത്തിരിപ്പ് പരാജയമായില്ലെങ്കിൽ, അത് അത്ഭുതമായെങ്കിൽ, ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഒരിക്കലും നമ്മുടെ എക്സ്പെക്ടേഷൻ, ദൈവത്തിലുള്ള നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടരുത്. ഞാൻ വീണ്ടും ആ പ്രിയ മകളോട്, മകനോട് ദൈവവചനത്തിൽ അറിയിക്കുന്നു, മോനെ, മോളെ, സഹോദര, സഹോദരി, പ്രിയ അമ്മേ, പ്രിയ പിതാവേ, ദൈവത്തിലുള്ള നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന, രോഗക്കിടക്കയിലായിരിക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഡോക്ടർമാരെപ്പോഴും ചിലപ്പോൾ പറയുന്ന കാര്യമാണ്, സീരിയസ് ആണ്, പ്രതീക്ഷയ്ക്ക് വകയില്ല. ഡോക്ടർമാർ ഒരു പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് അവർ പറയുന്നത് ശരിയായിരിക്കാം, അങ്ങനെയായിരിക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ, വൈദ്യശാസ്ത്രം പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞതിനകത്തും യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കേസ് അറിയാം? എനിക്ക് ഒത്തിരി പേരുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ കേസ് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എത്രയോ സാക്ഷ്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ആ നിലകളിലുള്ളത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിന്ന് ആയുസ്സോടെ, ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 22 വർഷം മക്കളില്ലാത്തവർ, 28 വർഷം മക്കളില്ലാത്തവർ, ഇനി തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി എല്ലാ ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച ദമ്പതികൾക്ക്, കുടുംബങ്ങൾക്ക് യേശു അപ്പ, അബ്രഹാമിന്റെയും സാറായുടെയും ദൈവം, എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും ദൈവം, ലേയുടെ ദൈവം, ഹല്ലേലൂയ, അത്ഭുതത്തെ ചെയ്തിട്ടുണ്ട്. ഹന്നായുടെ ദൈവം അത്ഭുതത്തെ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കുക, പ്രതീക്ഷ പോകരുത്. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. 2, എപ്പോഴും ഈ ദൈവത്തിലുള്ള പ്രതീക്ഷയാണ് ആത്മീക അന്തരീക്ഷങ്ങളെ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹീലിങ്ങിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ, കർത്താവിൽ നിന്നൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അവരൊന്നിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിയും ചിന്തയൊക്കെ ഞെട്ടിക്കുന്ന നിലകളിൽ
യേശു അത്ഭുത സൗഖ്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആമേൻ. പ്രാർത്ഥനയിൽ Yes. Hallelujah. Amen. Jesus Christ is your healer. Yes. He will heal you completely. Amen. Amen. He is the great physician. Yes. Amen. യേശു നിങ്ങളെ സുഖമാക്കുന്ന, Amen. സൗഖ്യമാക്കുന്ന കർത്താവാണ്. Yes. പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ്, പ്രത്യാശയുള്ളവർക്ക് വേണ്ടിയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ മുഴുവൻ നന്മകളും Amen. സുലഭമായി Yes. അവൈലബിളായി നമുക്ക് ലഭ്യമായി Amen. തീരുന്നത്. Amen. ഒന്ന് കൈകളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വേദപുസ്തകത്തിനകത്ത് പലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. അതൊരു നല്ല ഹൃദയം അല്ല. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ബൈബിളിൽ പറയുന്നത്. Amen. ഹല്ലേലൂയ. Hallelujah. കാറ്റും കടലും ഇളകി മറിഞ്ഞ സമയത്ത് ശിഷ്യന്മാര് നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ സമയത്ത് യേശു അമരത്തെഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും മാത്രമല്ല ശാസിച്ചത്, അവിശ്വസിച്ച ആ ശിഷ്യന്മാരെ ശാസിച്ചു. Yes. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ? അല്പവിശ്വാസികളെ, ഞാൻ നിങ്ങളെ എത്രയധികം സഹിക്കും എന്നാ കർത്താവ് ചോദിച്ചു. Hallelujah. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് മക്കളെ, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കണം. നമ്മളത് കാണണം. ഈ വീൽ ചെയറിലുള്ള രോഗികൾ സൗഖ്യമാകുന്നതും യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതുമൊക്കെ ദൈവം ഉപയോഗിക്കുന്ന ഒത്തിരി അനോയിന്റഡ് സെർവൻസ് ഉണ്ട്, ഒത്തിരി അഭിഷിക്തന്മാരുണ്ട്. അവരുടെ ശുശ്രൂഷകളിലൂടെ ഒക്കെ നടക്കുന്ന മിറക്കിളുകൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് കാണുമ്പോൾ, അത്ഭുതങ്ങൾ, ആ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ അകത്തും ആ ആഗ്രഹമുണ്ടാകും, നമ്മുടെ അകത്തും ആ വാഞ്ച ഉണ്ടാകും. കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനെ. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ഇന്നും ജീവിക്കുന്ന കർത്താവ്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ അപ്പോസ്തലപ്രവൃത്തി 2:1 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 120 പേര്, ആ 120 പേര് പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിക്കുകയാണ്. അവരെന്തിനെ പ്രതീക്ഷിച്ചത്? പരിശുദ്ധാത്മാവിനെ. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തെ ആ 120 പേർ പ്രതീക്ഷിച്ച് ഒറ്റ സ്ഥലത്ത് ഒറ്റ മനസ്സോടെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായോ? എന്നാ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായത്? കൊടിയ കാറ്റാൽ, ഇടി മുഴക്കത്താൽ, പിളർന്ന് അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചെന്ന അപ്പോസ്തലപ്രവൃത്തി 2:2 എഴുതിയിരിക്കുന്ന അവർ ഇരുന്ന വീട് മുഴുവൻ അത് നിറച്ചു. അപ്പം പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ കൂട്ടത്തിന്റെ ഇടയിലാണ് ഒരു വലിയ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടെ, അത്യാവശ്യം ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9:10 കേവലം നമുക്ക് വേണ്ടി പറയുന്നു. അതെ, ഉഴുതുന്നവൻ ആശയോടെ ഉഴുകുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്ര. അപ്പൊ ഉഴുതുന്ന ഒരാള് ഭയങ്കര ആശയോടെയാണ് ഉഴുതുന്നത്. ഹല്ലേലൂയ. മെതിക്കുന്നവൻ, അവൻ മെതിക്കുന്ന സ്ഥലം പദമുള്ളതാകും, നടാനുള്ള പദം മണ്ണിനകത്തുണ്ടാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് മെതിക്കുന്നത്. വിത്ത് വിതയ്ക്കുന്നവൻ വളരെ പ്രതീക്ഷയോടെ ഒരു കൊയ്ത്തിന് വേണ്ടി തന്നെയാണ് വിതയ്ക്കുന്നത്. നടുന്നവനും വിതയ്ക്കുന്നവനും മെതിക്കുന്നവനും ഉഴുതുന്നവനും എല്ലാം ഭയങ്കര പ്രതീക്ഷയോടാ ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, അത് പ്രതീക്ഷിക്കുന്നവർക്ക് നെല്ലും ഗോതമ്പും പയറും വിത്തും നന്മയും കൃഷിഫലവും ഒക്കെ ലഭിക്കുന്നെങ്കിൽ, ഈ ഭൂമി അത് വിളയിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തെ പ്രതീക്ഷിക്കുന്ന, ദൈവത്തിന്റെ പ്രവർത്തികളെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ എത്രയധികം ദൈവം അനുഗ്രഹിക്കാനിടയാകും. ഈ മനുഷ്യനെല്ലാം റിസോഴ്സ് ആണ്, ദൈവമാണ് സോഴ്സ്. ഞാൻ വീണ്ടും നിങ്ങളോട് അത് ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഏലിയാവിന്റെ അടുക്കൽ വന്ന കാക്ക റിസോഴ്സ് ആണ്. ആ അപ്പവും ഇറച്ചിയും റിസോഴ്സ് ആണ്. പക്ഷെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. നിങ്ങൾക്ക് പിന്നെയും മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു 5000 രൂപ വേണം, നിങ്ങൾ വളരെ ഭാരത്തോട്ടിരിക്കുന്നു, ആ പൈസ കിട്ടിയാലേ നിങ്ങളുടെ കൊച്ചിന് ഫീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ വല്ലാത്ത പ്രയാസത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു
സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നു, എനിക്കൊരു ഇച്ചിരി പൈസ നിനക്ക് തരാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു 5000 രൂപ ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പൈസ തരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ പൊന്നു കർത്താവേ, അവൾ എത്ര നല്ലവനാ, അവൻ എത്ര നല്ലവനാ. എന്നാൽ ഞാൻ പറയുന്നു, ആ മനുഷ്യനെ അല്ല നിങ്ങൾ പുകഴ്ത്തേണ്ടത്. ആ മനുഷ്യനോട് നിങ്ങൾക്ക് നന്ദി വേണം, നന്ദിയുള്ളവരായിരിക്കണം. പക്ഷേ ആ മനുഷ്യൻ റിസോഴ്സാണ്. ആ മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയത്ത്, ആവശ്യ സമയത്ത് തെരീച്ചത് ദൈവമാണ്. ദൈവമാണ് എല്ലാ നന്മയുടെയും ഉറവിടം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാ മഹത്വവും ദൈവത്തിനുള്ളതായിരിക്കും. എന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്നവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പീനെന്ന്, മനുഷ്യനോടും ദൈവത്തോടും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉഴുതുന്നവൻ മെതിക്കുന്നവൻ, ഈ ഉഴുതുന്നവനും മെതിക്കുന്നവനും എല്ലാം പ്രതീക്ഷയോടൊരു കൊയ്ത്തിന്റെ പ്രതീക്ഷയോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് വലിയൊരു പ്രതീക്ഷ ഉണ്ടാകണം. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്കറിയാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിനെ കാണും മുൻപേ മരിക്കത്തില്ലെന്ന് വാഗ്ദത്തം ലഭിച്ച വ്യക്തിത്വമാണ്. ഈ യേശുവിനെ കാണും മുൻപ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ടായ ഈ മനുഷ്യൻ ദേവാലയത്തിനകത്ത് ദീർഘവർഷങ്ങളായി യേശു കർത്താവിനെ കാത്തിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, ആ കാത്തിരുന്ന മനുഷ്യൻ്റെ കാത്തിരിപ്പിന് ഒരിക്കലും നിരാശ ഉളവാകേണ്ടി വന്നില്ല. യേശു കർത്താവിനെ കാണാൻ ആ മനുഷ്യന്റെ കണ്ണിന് ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 40, നിങ്ങളെല്ലാവരും ബൈബിൾ ഒന്ന് തുറന്നേ. സങ്കീർത്തനം 40 1, 2, 3 വാക്യങ്ങളിൽ, 40-ാം സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഞാൻ അത്രേ ചെയ്തുള്ളൂ. ഞാൻ എന്താ ചെയ്തേ? വളരെ പേഷ്യൻ്റ്ലി ഞാൻ ദൈവത്തെ വെയിറ്റ് ചെയ്തു. ഞാൻ ദൈവത്തെ കാത്തിരുന്നു. ഒറ്റ കാര്യമേ സങ്കീർത്തനക്കാരൻ ചെയ്തുള്ളൂ. ആ മനുഷ്യൻ ദൈവമുഖം അന്വേഷിച്ചു, ദൈവത്തെ കാത്തിരുന്നു. പക്ഷേ 7 കാര്യങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തു. ദൈവത്തെ കാത്തിരുന്ന ആ വ്യക്തിക്ക് വേണ്ടി, ആ ദൈവ മനുഷ്യന് വേണ്ടി 7 കാര്യങ്ങൾ ദൈവം ചെയ്തു. അടുത്ത വാക്യം നോക്കി. 1, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. 2, അവൻ എൻ്റെ നിലവിളി കേട്ടു. 3, കുഴിയിൽ നിന്നും അവൻ എന്നെ കയറ്റി. 4, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. 5, അവൻ എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. 6, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. 7, എൻ്റെ വായിൽ അവൻ പുതിയ പാട്ട് തന്നു. 7 കാര്യങ്ങൾ സംഭവിച്ചോന്നൊന്ന് നോക്കിയേ. ആ സങ്കീർത്തനം 40 എടുത്തിട്ട് ഒറ്റ കാര്യമേ ആ മനുഷ്യൻ ചെയ്തുള്ളൂ. ആ മനുഷ്യൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പക്ഷേ 7 കാര്യങ്ങൾ ദൈവം ആ മനുഷ്യന് വേണ്ടി ചെയ്തു. 1, അവങ്കിലേക്ക് ചാഞ്ഞു. 2, എൻ്റെ നിലവിളി കേട്ടു. 3, കുഴിയിൽ നിന്ന് എന്നെ കയറ്റി. 4, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി. എൻ്റെ കാലുകളെ പാറമയിൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ വായിൽ അവൻ പുതിയ ഒരു പാട്ട് തന്നു. ഫാസ്റ്റിങ്ങോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും പരാജയമാകുകയില്ല. അത് അത്ഭുതമായി തീരാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊരു ആമീൻ പറഞ്ഞ്. ബാക്കി ഇനി അവരോടാ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു ആമീൻ ടൈപ്പ് ചെയ്തേ. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, വിടുതൽ വായിക്കുമ്പോൾ ആ വിടുതലിന്റെ വലിപ്പം വലുതാണ്. ലാസറിന്റെ വീട്ടിൽ യേശുവിനെ മാർത്തയും മറിയയും ലാസർ ദീനമായി കിടന്നപ്പോഴേ വിളിച്ചായിരുന്നു. പക്ഷെ യേശു പോയില്ല. 4 ദിവസം താമസിച്ചാ പോയെ. എന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് യേശു ചെന്നത്. ഏർലി പോയില്ല, നേരത്തെ പോയില്ല, ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. എൻ്റെ ചോദ്യം ഇതാണ്, ഏർലി ആയിട്ട് നേരത്തെ യേശു ആ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ റിപ്പോർട്ട്. എൻ്റെ സഹോദരനെ സുഖമില്ല കിടന്നതാ, നമ്മുടെ യേശു, നസ്രയനായ യേശു വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു, സഹോദരന് സൗഖ്യമായി, ഇപ്പോൾ അവൻ ആക്റ്റീവായി, ഓക്കെ ആയിട്ടിരിക്കുക കേട്ടോ. ഞാൻ പറയുന്നു, കർത്താവ് ഇച്ചിരി ലേറ്റായിട്ട് ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് വലിയ മഹത്വം വെളിപ്പെട്ടത്.
മാർത്തയോടും മറിയോടും യേശു അത് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആരുടെയെങ്കിലും സൗഖ്യമോ വിടുതലോ മാനസാന്തരമോ വഴി തുറക്കാനോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട്, ഒത്തിരി ലേറ്റ് ആകുന്നു, ഡിലേ ആകുന്നു, കാലതാമസങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നു, നിന്റെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മഹത്വം വെളിപ്പെടാൻ, ആ വിഷയത്തിനകത്ത് വലിയ മഹത്വം വെളിപ്പെടാൻ. ചെറിയ സാക്ഷ്യമല്ല തരാൻ പോകുന്നത്, വലിയ സാക്ഷ്യമാണ്. പനി സൗഖ്യമായത് മാത്രമല്ല പറയാൻ പോകുന്നത്. ലാസറിന്റെ വിഷയത്തിൽ ലാസർ ദീനമായിരുന്നു, സൗഖ്യമായെന്നല്ല, എൻ്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കിയിരുന്നു, എന്നാൽ അവന്റെ പേര് വിളിച്ച് യേശു ഉയർപ്പിച്ചു പുറത്തു. അത് വലിയ അത്ഭുതമാണ്, വലിയ മഹത്വമാണ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയപ്പോൾ രോധ എന്നൊരു ബാലിക്കാരത്തി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. 11-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. നോക്കിയേ, ആ 11-ാം വാക്യം ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഈ ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായി ഞാൻ അറിയുന്നു. യഹൂദ ജനത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു? യഹൂദ ജനം പ്രതീക്ഷിച്ചത്, ഹെരോദാവ് പ്രതീക്ഷിച്ചത് പത്രോസിന്റെ മരണമാണ്. കാരണം തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. യഹൂദജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് പത്രോസിന്റെ മരണവും മരണവാർത്തയുമാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഒരു വലിയ കൂട്ടം ജനം, ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അല്ലേ? 12-ാം വാക്യം അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്ത് അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷ എന്നായിരുന്നു? പ്രാർത്ഥിച്ചവന്റെ പ്രതീക്ഷ അവരുടെ പാസ്റ്റർ, അവരുടെ അപ്പോസ്തലൻ, അവരുടെ ദൈവദാസൻ വീണ്ടും ശുശ്രൂഷയിൽ സജീവമാകും. ആ മനുഷ്യനെ മരണത്തിന് ഇപ്പോൾ ദൈവം വിട്ടുകൊടുക്കത്തില്ല, ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. അതായിരുന്നു പ്രാർത്ഥിച്ചവരുടെ പ്രതീക്ഷ. യഹൂദന്മാരുടെ ഹെരോദാവിന്റെ പ്രതീക്ഷ എന്നായിരുന്നു? 11-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശത്രുക്കളുടെ പ്രതീക്ഷ എന്നായിരുന്നു? പത്രോസിന്റെ മരണം, തകർച്ചയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാം, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷയല്ല വാഗ്ദത്തമുള്ള നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ കുറിച്ച് ചിലത് പ്രതീക്ഷിക്കുന്നു. ദൈവമക്കൾ നിനക്കായി ചിലത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്താണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളാണ് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ശത്രുവിന്റെ പ്രതീക്ഷകളല്ല, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ. പ്രിയ ദൈവദാസനെ, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ചില ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, മാനസികമായ ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവ മനുഷ്യനെ, പ്രിയ കുടുംബമേ, പ്രിയ സഹോദരനെ, കർത്താവിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷകളല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും ശുശ്രൂഷയിലും സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നിൽ ചിലത് പ്രതീക്ഷിക്കുന്നു. താങ്കളും പ്രതീക്ഷയോടെ ചിലത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രത്യാശ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, ഈ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ, എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-15 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അബ്രഹാമിനെ കുറിച്ചാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്യുന്നു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഈ നല്ല ഭക്ഷണം കിട്ടാൻ ഇച്ചിരി സമയമെടുക്കും. ഹല്ലേലൂയ. നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അല്പം ലേറ്റ് ആകും. അമ്മ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം പെട്ടെന്ന് കിട്ടുകയില്ല, അതിന് ഇച്ചിരി സമയമെടുക്കും. ഹല്ലേലൂയ. അത് കുക്ക് ചെയ്ത് അതെല്ലാം ശരിയായിട്ട് വരാൻ. ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും. 38 വർഷം രോഗിയായി കിടന്നവനെ സൗഖ്യമാക്കുവാൻ ഇറങ്ങി വന്നത് സാക്ഷാൽ ദൈവമാണ്. ദൂതന്മാരുടെ ആരാധനയിൽ വസിച്ചിരുന്ന ദൈവം. അവന് മുമ്പുള്ള മുഴുവൻ രോഗികളെയും സൗഖ്യമാക്കിയത് ദൈവദൂതന്റെ സാന്നിധ്യത്തിലാണ്. ദൂതൻ വന്ന് കുളം കലങ്ങുമ്പോഴാണ് അവർ സൗഖ്യം പ്രാപിച്ചത്. പക്ഷേ ഈ 38 വർഷം രോഗിയായിരുന്നവൻ സുഖപ്പെട്ടത് സർവശക്തനാകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. ഹല്ലേലൂയ. 12 വർഷം കാത്തിരുന്ന രക്തസ്രവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയത് ഈ ലോകത്തിലെ ഒരു ഫിസിഷ്യന്മാരുമല്ല, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഫിസിഷ്യനായ, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന സൗഖ്യദായകനായ യേശുവിന്റെ കരമാണ്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദത്ത വിഷയത്തെ പ്രാപിച്ചു. എബ്രായർ 10:35-36. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്, പേഷ്യൻസി ആവശ്യമാണ്. വേവറിങ് ആകരുത്. മക്കളെ, മോനെ, ഇത്രയും നാൾ നീ കാത്തിരുന്നു, ഇത്രയും നാൾ നീ പ്രാർത്ഥിച്ചു, നിന്റെ വിവാഹത്തിനായി, നിന്റെ കുടുംബജീവിതത്തിന്റെ നന്മയ്ക്കായി, നിന്റെ അനുഗ്രഹത്തിനായി ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ വല്ലാത്തൊരു ടെൻഷനിലൂടെ, വല്ലാത്തൊരു വെപ്രാളത്തിലൂടെ, വല്ലാത്തൊരു ആശങ്കയിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ആശങ്കപ്പെടരുത്, വിഷമിക്കരുത്, നിരാശപ്പെടരുത്, തകർന്നു പോകരുത്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. കാരണം അബ്രഹാം 75-ാമത്തെ വയസ്സിൽ കേട്ട വാഗ്ദത്തം നിറവേറുന്നത് 100-ാമത്തെ വയസ്സിലാണ്. 25 വർഷം ഏബ്രഹാം വെയിറ്റ് ചെയ്തു. 25 വർഷം. മോശ ദൈവസന്നിധിയിൽ കേട്ട വാഗ്ദത്തം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ 40 വർഷക്കാലം മോശ വെയിറ്റ് ചെയ്തു. ജോസഫ് 17-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നം നിറവേറാൻ 30-ാമത്തെ വയസ്സിലാണ് നിറവേറി. 13 വർഷം ജോസഫ് വെയിറ്റ് ചെയ്തു. ഞാൻ അതിനകത്ത് മോശയുടെ ചരിത്രത്തിലേക്ക് പോയാൽ ഒത്തിരി സമയം എടുക്കുമെന്ന് എനിക്കറിയാം. അബ്രഹാമിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ജോസഫിൻ്റെ ആ ചരിത്രം ഒന്ന് പറയാം. ഈ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് യാക്കോബിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യോസഫിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിക്കാമോ? യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസെഫിന് 17 വയസ്സായപ്പോൾ ജോസഫിന് 17 വയസ്സായപ്പോൾ അപ്പോൾ ഈ 17-ാമത്തെ വയസ്സിലാണ് ജോസഫ് ഈ സ്വപ്നം കാണുന്നത്. ഈ 17-ാമത്തെ വയസ്സിലാണ് ഈ സ്വപ്നം സഹോദരന്മാരോട് ജോസഫ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ജോസഫിന്റെ 18-ാമത്തെ വയസ്സിലാണ് പൊത്തീഫറിന്റെ ഭാര്യ തനിക്കെതിരെ അപവാദം പറയുകയും താൻ ചെയ്യാത്തത് ചെയ്തെന്നും താൻ പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചെന്നും വിളംബരം ചെയ്യുകയും ആ പൊത്തീഫർ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. ജോസഫിന്റെ അടുത്ത 12 വർഷങ്ങൾ കാരാഗ്രഹത്തിലായിരുന്നു. 10 to 12 years കാരാഗ്രഹത്തിലായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിലാണ് ജോസഫ് ഒരു ഭരണാധികാരിയായി, ഭരണകർത്താവായി വരുന്ന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോസഫ് മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ ഫറവോന്റെ മുൻപിൽ ഒരു അധികാരിയായി, ഒരു ഗവർണറായി, ആ സിംഹാസനത്തിൽ ആ രാജ്യത്തെ നയിക്കുന്ന ഒരു നായകനായി
ജോസഫ് വരുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ 17ാമത്തെ വയസ്സിൽ താൻ കണ്ട ഡ്രീം, ദൈവം തന്നെ കാണിച്ച സ്വപ്നം നിറവേറാൻ 13 വർഷം കാത്തിരുന്നു. ഈ 13 വർഷത്തിൽ 10 മുതൽ 12 വർഷം വരെ ജോസഫ് കാരാഗ്രഹത്തിലായിരുന്നു. ഹല്ലേലൂയ. ജോബിന്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യോബിന്റെ പുസ്തകത്തിനകത്ത് ഈ 2-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങളിൽ അനന്തരം തേമാനിയായ എലിഫസ്, ശൂഹിനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവൻ അനുഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിക്കുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. അവർ അകലെ വെച്ച് നോക്കിയപ്പോൾ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്ക കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോടുകൂടെ നിലത്ത് ഇരുന്നു. അനന്തരം യോബ് വായ് തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ജനിച്ചതെന്ന് പോലും ജോബിന് പറയേണ്ടതായിട്ട് വന്നു. കാരണം കൂട്ടുകാരുടെ നിശബ്ദത, ദൈവത്തിൻ്റെ നിശബ്ദത ജോബിനെ വല്ലാതെ നിരാശപ്പെടുത്തി. ജോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ യോബിന്റെ സ്വന്തം ഭാര്യ ജോബിനെതിരെ തിരിയുന്ന നമുക്ക് കാണാം. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ. ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എൻ്റെ ജീവനെ ഉപേക്ഷിച്ചു കളയുന്നതും എന്തിന്? കാരണം അതിന്റെ 11, 12 വാക്യങ്ങളിൽ ജോബിന്റെ ഭാര്യ ജോബിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങൾ മരിക്കുന്നതായിരിക്കും നല്ലത്, നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ജോബിന്റെ ഭാര്യ ജോബിനോട് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ജോബ് പറയുന്നത് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പിൽ തെളിയിക്കും, ഞാൻ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയില്ല, ദൈവവചനത്തെ തള്ളിപ്പറയില്ല, എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തില്ല, എൻ്റെ ആരാധന ഞാൻ നിർത്തില്ല, എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ, സാഹചര്യങ്ങളുടെ മധ്യയിൽ ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ളതല്ല, കളഞ്ഞിട്ട് പോകാനുള്ളതല്ല, വിട്ടിട്ട് പോകാനുള്ളതല്ല. ദൈവവും ദൈവവചനവും ദൈവത്തിന്റെ സാന്നിധ്യവും എൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കും, എൻ്റെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കും എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് ഒരു ആമീൻ പറയാൻ കഴിയുമോ? അതുകൊണ്ട് എന്ത് സംഭവിച്ചത് നമുക്കറിയാം. ജോബിനോട് ചുഴലിക്കാറ്റിൽ യഹോവ സംസാരിക്കാൻ തുടങ്ങി. ഒരു ചുഴലിക്കാറ്റ് വെളിപ്പെട്ടിട്ട് യോബിന്റെ പുസ്തകം 38, 39, 40 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. ദൈവം ജോബിനോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ജോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു. ഈ ദാവീദിനെ ദൈവം ശമൂവേലിലൂടെ അഭിഷേകം ചെയ്തതിന് ശേഷം ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിൽ വരാൻ 13 വർഷം കാത്തിരുന്നു. 13 വർഷം ദാവീദ് കാത്തിരുന്നു. ജോബ് ദീർഘവർഷങ്ങൾ കാത്തിരുന്നു. മോശ 40 വർഷം കാത്തിരുന്നു. അബ്രഹാം 25 വർഷം കാത്തിരുന്നു, അല്ലേ? ഈ കാത്തിരിപ്പിൻ്റെ ഇടയിൽ, ഈ സിംഹാസനത്തിലേക്ക് വരേണ്ട കാത്തിരിപ്പിൻ്റെ ഇടയിൽ ഈ ദാവീദ് എന്തെല്ലാം കാര്യങ്ങളെ നേരിട്ടു. കരടിയെ നേരിട്ടു, സിംഹത്തെ നേരിട്ടു, ഗോലിയാത്തിനെ നേരിട്ടു, ശൗലിനെ നേരിട്ടു. എല്ലാ ദിവസവും പുള്ളിക്ക് യുദ്ധമായിരുന്നു. പക്ഷേ ആ യുദ്ധങ്ങളുടെ എല്ലാം നടുവിൽ യഹോവ ദാവീദിന് ജയം കൊടുത്തു. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ തന്നെ താൻ ബലപ്പെട്ടു. പ്രിയ മക്കളെ, ദാവീദിനെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? മോശയെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? നോഹയെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? അബ്രഹാമിനെ പോലെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? എലിസബത്തിനെയും സക്കറിയാവിനെയും പോലെ കാത്തിരിക്കുന്നവരാണോ? നിങ്ങൾക്കറിയാമോ, 30 വർഷം പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ, ആ വാഗ്ദത്തത്തിലേക്ക്, ആ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ 30 വർഷം യേശു കർത്താവ് കാത്തിരുന്നു. മറിയം യേശുവിനെ കുറിച്ച് കേട്ട വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ മറിയത്തിന് കാണാൻ 33.5 വർഷം മറിയം കാത്തിരുന്നു. ഹന്ന ദൈവസന്നിധിയിൽ കാത്തിരുന്നു. എലിസബത്തും സക്രിയാവും പ്രാർത്ഥനയോടെ തലമുറയ്ക്കായി കാത്തിരുന്നു.
ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട്. അബ്രഹാം കാത്തിരുന്നതും, സാറ കാത്തിരുന്നതും, മോശ കാത്തിരുന്നതും, നോഹ കാത്തിരുന്നതും, ദാവീദ് ദൈവത്തെ കാത്തിരുന്നതും, ഇയ്യോബ് ദൈവത്തെ കാത്തിരുന്നതും, യേശു കർത്താവ് 30 വർഷം പിതാവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നതും, മറിയവും ഹന്നയും എലിസബത്തും ഒക്കെ കാത്തിരുന്നതിനേക്കാൾ അപ്പുറമായി വേറൊരു കാത്തിരിപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട്. വേറൊരാൾ കാത്തിരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പലരും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളിൽ പലരും നിങ്ങളുടെ സൗഖ്യത്തെ, നിങ്ങളുടെ വിടുതലിനെ, നിങ്ങളുടെ ജീവിതാനുഗ്രഹങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ വേറൊരു കാത്തിരിപ്പ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് പത്രോസിന്റെ ലേഖനത്തിലാണ് പത്രോസ് പറയുന്നത്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുകയില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ അനേകർ കാത്തിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ പ്രിയപ്പെട്ടവരെ? യേശു കർത്താവ്, ജീവനുള്ള ദൈവം, മനസ്സാന്തരപ്പെടാത്ത നിങ്ങളെ, ഇതുവരെ അവനെ രക്ഷകനായി സ്വീകരിക്കാത്ത നിങ്ങളെ, പാപവഴിയിൽ ജീവിക്കുന്ന, ലോക വഴിയിൽ ജീവിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഓൾമൈറ്റി ലോർഡ് ഈസ് വെയിറ്റിംഗ് for you, my brother and sister. He is waiting for you. Amen. He is waiting for you. Amen. ആ ഇളയ മകൻ, വീട് വിട്ടുപോയ മകനില്ലേ, അപ്പന്റെ നന്മകൾ മുഴുവൻ കൊണ്ടുപോയി ദൂർത്തടിച്ച് തകർന്നുപോയ ആ ചെറുപ്പക്കാരന്റെ മടങ്ങി വരവിന് വേണ്ടി പിതാവ് കാത്തിരുന്നത് പോലെ നിങ്ങളെ കാത്തിരിക്കുന്നു. എന്താ യേശു വരാഞ്ഞേ? കർത്താവിന്റെ വരവ് എന്താ ഡിലേ ആകുന്നേ? ചിലരും കൂടെ മനസ്സാന്തരപ്പെടാൻ, ചിലരും കൂടെ മടങ്ങി വരാൻ. ഞാനിങ്ങനെ ചിന്തിക്കും ചിലപ്പോഴൊക്കെ, കർത്താവെ, നീ ഒരു 24 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്റെ സന്നിധിയിൽ കാണത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷം രക്ഷിക്കപ്പെട്ട, കഴിഞ്ഞ വർഷം യേശുവിലേക്ക് വന്ന പ്രിയ മക്കൾക്ക് പറയാൻ കഴിയില്ലേ, അതിന് മുൻപിലത്തെ വർഷം യേശു വന്നിരുന്നെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാവരും മനസ്സാന്തരപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകാതിരിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് നശിച്ചു പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സ്നേഹത്തോടെ പാട്ടുകാരൻ പാടിയതുപോലെ രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നല്ലോ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന് എന്ന് പാടുന്നത് പോലെ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വരാൻ, അവൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ദൈവം നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. വിട്ടുകളയേണ്ടതിനെയൊക്കെ ഒന്ന് വിട്ടുകളയാമോ? ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഒന്ന് ഉപേക്ഷിക്കാമോ? മടങ്ങി വരേണ്ടടുത്തുനിന്ന് മടങ്ങി വരാമോ? മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ ഒന്ന് മാനസാന്തരപ്പെടാമോ? ചിലരും കൂടെ മാനസാന്തരപ്പെടുവാൻ അവൻ, ആരും നശിച്ചു, എനിക്ക് ആ വാക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ്, ആരും നശിച്ചു പോകരുത്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. നിങ്ങളെ യേശു വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, പ്രാർത്ഥനയ്ക്കായി വിളിക്കുകയാണ്. യേശുവിനോടൊന്ന് പറഞ്ഞ്, കർത്താവെ, ഞാൻ നിന്റെ സന്നിധിയിൽ പല വിഷയങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്, പല വിടുതലുകൾക്കായി കാത്തിരിക്കുന്നുണ്ട്, പല മറുപടികൾക്കായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ട് മറുഭാഗത്ത് അപ്പാ നീ എന്നെ വെയിറ്റ് ചെയ്യുകയാണല്ലോ. ആ ഹോരേബിന്റെ പർവ്വത മുകളിൽ മോശയെ കാത്തു നിന്ന യഹോവ, മോശ ഹോരേബിന്റെ പർവ്വത മുകളിൽ നടന്നടുക്കുമ്പോൾ മോശ അവിടെ വരുന്നതിന് മുൻപേ മോശയെ വെയിറ്റ് ചെയ്ത് ദൈവം അവിടെ നിൽക്കുകയാണ്. ആ കാഴ്ച എത്ര പേര് മാവിൽ കാണുന്നുണ്ട്? പ്രാർത്ഥനയുടെ പർവ്വതത്തിലേക്കൊന്ന് ഓടിക്കയറാൻ, വിശുദ്ധിയുടെ പർവ്വതത്തിലേക്കൊന്ന് ഓടിക്കയറാൻ, ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് കടന്നു വരാൻ എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാണ്?
ഭയം വേണ്ട, ശങ്കിക്കേണ്ട. വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന്, ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് നിങ്ങൾക്ക് ഓടി വരാൻ കഴിയും. അതിനകത്ത് ഈ ലോകത്തിലെ മതമോ ജാതിയോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനിടയാകും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അതാണ് ഇന്ന് ആ വരികളൊന്നുകൂടെ. ഇന്നു നീ ഒരിക്കൽ കൂടി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ച വചനം അതാണ്. നിങ്ങളെ കാത്തിരിക്കുന്ന കർത്താവ്. മക്കളെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കടുവനെ പോലെ ചിറകടിച്ചു കയറും. തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. ഭയം വേണ്ട, ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് കൈകളെ ഉയർത്തി കഴിയുമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വിഷയമാണ് ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നത്? ചിലർ പറയുന്നു, നല്ലൊരു വിവാഹത്തിനായി, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനായി ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ചിലർ പറയുന്നു, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായി ഞാൻ കാത്തിരിക്കുകയാണ്. ചിലർ പറയുന്നു, എനിക്കൊരു പ്രമോഷൻ ഉണ്ടാകാൻ, ഒരു വിസ ലഭിക്കുവാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു സൗഖ്യത്തിനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനത്തിനായിട്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ മക്കളുടെ മാനസാന്തരത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ചിലരുടെ ദുർസ്വഭാവങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കാനായി. ഇങ്ങനെ വ്യത്യസ്തമായ നിലവിൽ ചിലർ പറയുന്ന ഒരു ശക്തമേറിയ അഭിഷേകത്തിനായി, ഒരു ആത്മീക ശുശ്രൂഷയ്ക്കായി, പ്രവചിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി, പ്രവചനത്തിന്റെ ആത്മാവിനായി, രോഗശാന്തിയുടെ ഗിഫ്റ്റിനായി ഒക്കെ ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളെ ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ അവന്റെ അരികിലേക്ക് വരിക, അസാന്നിധ്യത്തിലേക്ക് വരിക. യേശു നിങ്ങളെ തൊടുവാനിടയാകട്ടെ. ഉറക്കമില്ലാത്ത, ഉറക്കം നഷ്ടപ്പെടുന്ന, ഉറങ്ങുവാൻ കഴിയാത്ത ആ പ്രിയ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് വെച്ച് നിങ്ങളുടെ ആ പ്രയാസത്തെ കർത്താവിനോടൊന്ന് പറഞ്ഞ്, നിങ്ങളുടെ ആ പ്രാർത്ഥനാ വിഷയത്തെ, പ്രാർത്ഥന കേൾക്കുന്ന യേശുവിനോടൊന്ന് അറിയിച്ച്
ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ച്. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് കർത്താവിന്റെ അടിപ്പിണരാൽ, യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സുഖമുണ്ടാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവേ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. നിൻ വചനത്തിനാജ്ഞയാ. പുറപ്പാട് 15:26 എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാവിന്റെ പ്രവചനം 53:5 എഴുതിയിരിക്കുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കും. പിതാവേ, ഇപ്പോൾ ആരൊക്കെ ഒരു സൗഖ്യത്തിനായി അങ്ങിൽ വിശ്വസിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. ചില ജപ്തി നോട്ടീസുകൾ കരങ്ങളിൽ ലഭിച്ചിട്ട് ആ ജപ്തി സംഭവിക്കരുതേ, എന്റെ കടഭാരത്തിൽ നിന്ന്, എന്റെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന്റെ സമാധാനം അവർക്കുണ്ടാകട്ടെ. സ്വർഗീയ സമാധാനം അവർക്കുണ്ടാകട്ടെ. സ്വർഗീയ സമാധാനം അവർക്കുണ്ടാകട്ടെ. വലിയ രൂപാന്തരം ഉണ്ടാകട്ടെ. In the name of Jesus, in the mighty name of Jesus. യേശുവേ, 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 കർത്താവേ, അങ്ങയുടെ അത്ഭുതകരത്താൽ, അങ്ങയുടെ അടിപ്പിണരുകളാൽ പൂർണ്ണമായി സുഖം പ്രാപിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ, കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു പുതിയ അഭിഷേകത്തെ പരിശുദ്ധാത്മാവരുടെ മേൽ പകരണമേ. അവരുടെ ആത്മീക കണ്ണുകളെയും അവരുടെ സ്പിരിച്വൽ ഇയറിനെയും അവരുടെ ആത്മീക ചെവികളെ കർത്താവേ തുറക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അവരുടെ കാതുകളെ തുറക്കണമേ. ആത്മതലങ്ങളെ കാണുവാൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ. അവരുടെ സാമ്പത്തിക മേഖലയിൽ ദൈവത്തിന്റെ കരം ചലിക്കണം. ഇതിലെല്ലാം ഉപരിയായി, ഇതിലെല്ലാം ഉപരിയായി കർത്താവേ, നിലനിൽക്കുന്ന ഒരു നഗരം ഇവിടെ ഇല്ലല്ലോ. നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അങ്ങയുടെ രാജ്യമാ, അങ്ങയുടെ വചനമാ. യേശുവേ, അവിടുത്തെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. എവിടെങ്കിലുമൊക്കെ ഞങ്ങൾ മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അങ്ങയ്ക്ക് കൊള്ളാവുന്ന ഒരു പാത്രമാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ പ്രാണപ്രിയൻ മടങ്ങി വന്നാൽ ആ കാഹള ശബ്ദം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെ വിശുദ്ധിയുള്ളതാക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധിയുള്ളതാക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ ഞങ്ങളെ കഴുകണമേ. അവിടുത്തെ സാന്നിധ്യത്തിൽ അടിയങ്ങളെ നിലനിർത്തണമേ. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്, നന്ദി പറയുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ ബ്ലെസ്ഡ് ആകട്ടെ. താങ്ക് യു ജീസസ്. അവർ ബ്ലെസ്ഡ് ആകട്ടെ, ബ്ലെസ്ഡ് ആകട്ടെ. ജീസസ് നെയിം. അബ്രഹാമിന്റെ കാത്തിരിപ്പ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. മോശയുടെ കാത്തിരിപ്പ്, നോഹയുടെ കാത്തിരിപ്പ്, മറിയത്തിന്റെ കാത്തിരിപ്പ്, ശിമയോന്റെ കാത്തിരിപ്പ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. സക്കായി എന്ന പേരുള്ള മനുഷ്യനില്ലേ, സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചു. ഒരു അത്തിയുടെ മരത്തിൽ ഒരു അത്തിമരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് യേശുവിനെ കാത്തിരുന്നു. കർത്താവിനെ മരത്തിന്റെ മേളിൽ ഈ പുള്ളി വെയിറ്റ് ചെയ്യുക. കണ്ടാ മതി, പുള്ളിക്ക് യേശുവിനെ ഒന്ന് കണ്ടാ മതി, കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. യേശു അതുവഴി പോയപ്പോ ആ മരത്തിന്റെ മുകളിലോട്ട് നോക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ കാത്തിരുന്നവനെ കണ്ടിട്ടേ പോവും, വെയിറ്റ് ചെയ്യുന്നവനെ കണ്ടിട്ടേ പോവും. കാണാതെ പോകത്തില്ല, കാണാതെ പോകത്തില്ല, കാണാതെ പോകത്തില്ല. നിങ്ങൾ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ, കാത്തിരിക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മോൻ പാടുന്നൊരു പാടുണ്ട്, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്ത് ചെയ്യും, നന്ദി ചൊല്ലുവാൻ എൻ്റെ കൊച്ചു ജീവിതത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഇത്ര നല്ല ദൈവത്തോട്
നന്ദി ചൊല്ലുവാൻ. എൻ്റെ കൊച്ചു ഇന്നലകൾ തന്ന വേദനകൾ, ആ വരികൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര ശക്തമാണ്. ഇന്നലെകൾ സ്പിരിറ്റ്. ഓ, ഇത്ര നല്ല ദൈവത്തോട് നന്ദി ചൊല്ലുക. കർത്താവേ, ഞാൻ എന്നാവുള്ള എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരുത്തിലോട്ട് തരികയാണ്. ഈ ദൈവ എബനേസറാണ്, ഈ ദൈവ എബനേസറാണ്. സാമുവേല് യഹോവ നമ്മെ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഒരു കല്ല് നാട്ടി. ആ കല്ല് നാട്ടിയിട്ട് ആ സ്ഥലത്തിന് എബനേസർ എന്ന പേരിട്ടു. The Lord will help you. Holy Spirit will help you. Hallelujah. The Spirit of the Lord will help you. Thank you, Jesus. Thank you, Jesus. കർത്താവ് സൗഖ്യമായിക്കട്ടെ, കർത്താവ് സൗഖ്യമായിക്കട്ടെ, കർത്താവ് സൗഖ്യമായിക്കട്ടെ. ഇപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ബ്രോക്കൺ ഹാർട്ട്, ചില നുറുങ്ങിയ ഹൃദയങ്ങൾ സൗഖ്യമാകാൻ.
நானும் என் வீடும் என் வீட்டாரைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கருவோலை காத்தீரே நன்றி, என்னை சிறையாமல் சுமந்தீரே நன்றி. ஒரு கருவோலை காத்தீரே நன்றி, என்னை சிறையாமல் சுமந்தீரே நன்றி. சத்தம் உயர்த்தி எபனேசரே,